Hello friends, PicsArt പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ആണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് Adobe illustrator ഉപയോഗിച്ച് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ Adobe Draw ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇമേജ് വരച്ച ശേഷം എല്ലാവരും DP ഇടുന്നു, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ഇടുന്നു. പക്ഷെ പലർക്കും ഇത് വരയ്ക്കാൻ അറിയില്ല. കാരണം അത്യാവശ്യം കുറച്ച് പാടുണ്ട് Adobe വരയ്ക്കാൻ, പിന്നെ Adobe ഇൻസ്റ്റാൾ ചെയ്യണം, സൈൻ ഇൻ ചെയ്യണം, അതൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് PicsArt മാത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോ മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് ഒരു 98-95% ഒക്കെ അതുപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. നമുക്ക് PicsArt വഴി കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വരയ്ക്കാൻ അറിയാത്ത ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വരയ്ക്കാൻ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് ഞാൻ ഒന്നും കൂടി പറയുന്നു. അപ്പോൾ നമുക്കിനി PicsArtലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഈ ഇമേജ് PicsArtലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, ഇമേജ് ലോഡാകുന്നുണ്ട്. ലോഡായി. ഇനി നമുക്ക് കട്ടൗട്ട് ടൂൾ ഉപയോഗിച്ച് ഇത് സ്റ്റിക്കറാക്കാം. പേഴ്സൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ചെയ്തോളും. അതായത് നമ്മുടെ ബോഡി സെൻസ് ചെയ്തിട്ട് ആ പോർഷൻ കട്ട് ചെയ്ത് സ്റ്റിക്കറാക്കും. ഓക്കെ, എന്നാലും ഇതുപോലെ തന്നെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരും. നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇത് നല്ല DSLR എടുത്ത ഫോട്ടോ കൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. മാക്സിമം നമുക്ക് സൂം ചെയ്ത് തന്നെ പക്ക പെർഫെക്റ്റ് ആക്കാൻ സാധിക്കും. നേരത്തെ ഫോണിൽ ചെയ്താലും പറ്റും കേട്ടോ. അതായത് ഞാൻ ഡീറ്റെയിൽസിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റിക്കറാക്കാം. സ്റ്റിക്കറാക്കിയ ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫിറ്റ് എന്ന ടൂളിലേക്കാണ്. അപ്പോൾ ഒരു വൈറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഇത് ചേർത്താൻ സാധിക്കും. യെസ്, ഫിറ്റ് ആഡ് ചെയ്തു. ഇമേജ് അവിടെ കൊണ്ട് നല്ല പൊസിഷനിലേക്കൊക്കെ വയ്ക്കുക, ഏകദേശം ഒരു സെൻറ്ററിലൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ചെന്നെങ്കിലും നമുക്ക് മനസ്സിലാകാം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ വൈറ്റ് ബോർഡിൽ ശരിക്കും നമുക്കറിയാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി. ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഒന്നും കൂടി നോക്കി ഈ ഇമേജ് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതിൽ നമ്മൾ എഫക്ട്സ് ചൂസ് ചെയ്യുക. അതിൽ മാജിക് എന്നൊരു ഓപ്ഷനുണ്ട് താഴെ. മാജിക് എടുത്ത ശേഷം അതിൽ പാസ്റ്റൽ എന്ന് പറഞ്ഞ ആ ഫിൽറ്റർ നമുക്ക് ചൂസ് ചെയ്യാം. അതായത് സെക്കൻഡ് കിടക്കുന്ന ആ മുയലിൻ്റെയൊക്കെ തലയുള്ള ആ ഒരു ഫിൽറ്റർ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് നെറ്റ് ഓൺ ആക്കണം, എങ്കിലും നമുക്ക് ആ ഫിൽറ്റർ എടുക്കാൻ പറ്റൂ. ഓക്കെ, അതങ്ങനെ ലോഡായി. ഇനി നമുക്കതിൽ ഫെയ്ഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് തന്നെ ലോങ് പ്രസ് ചെയ്താൽ മതി. ഫെയ്ഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും, മൾട്ടിപ്ലൈ അങ്ങനെ വരും. അതിൽ നമുക്ക് ഫെയ്ഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു 52 റേഞ്ചിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഓക്കെ, ഒരു 56 കൺഫേം ആക്കി. ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ വൈറ്റ് കളറാക്കാം. അതായത് ആ പിങ്കിഷ് കളർ നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾ ഇറേസ് ചെയ്ത് കളയുമ്പം ഒരു ഔട്ട്ലൈനൊക്കെ ഇട്ട് ഇറേസ് ചെയ്ത് കളയുമ്പോൾ കൂടുതൽ എളുപ്പം ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ച് തന്നെ അതൊന്ന് കയറിപ്പോകാണ്ട് തന്നെ ഇറേസ് ചെയ്ത് കളയാം. ഇറേസിങ് പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇമേജ് സേവ് ചെയ്തിട്ട് മാത്രം അടുത്ത എഫക്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ സേവ് ചെയ്തു. ഇനി അടുത്ത എഫക്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോവാം. മാജിക് എടുത്തു. അതിൽ GOD എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഒരു ഫിൽറ്റർ ഉണ്ട്. അത് ചൂസ് ചെയ്യും. ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം ഇങ്ങനെ വന്നു. ഇതിൽ നമുക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് ഒരു 17 ആ ഒരു റേഞ്ചിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം താഴെ നമുക്ക് ഹാർഡ് ലൈറ്റിൽ കൊടുക്കാം. ഓക്കെ, ഞാൻ ഹാർഡ് ലൈറ്റ് കൊടുത്തു. അപ്പോൾ പിക്ചറിന് വല്ലാത്തൊരു എന്താ പറയുന്നത്, ഒരു ലൈറ്റൊക്കെ ഇട്ടൊരു എഫക്റ്റിലേക്ക് വന്നു. അതുപോലെ തന്നെ ഡ്രോ ചെയ്തൊരു എഫക്റ്റും കൂടി വന്നിട്ടുണ്ട്. അതും ഒരു 71, 72 ആ റേഞ്ചിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. 77 ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഇമേജ് സേവ് ചെയ്യാം. എന്നിട്ട് മാത്രമേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞുകൊണ്ട് അടുത്ത എഫക്ട്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. വീണ്ടും എടുത്തു. ഇനി നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ആനിമേഷൻ ചൂസ് ചെയ്ത ശേഷം അതിൽ നമ്മൾ ഡാർക്കൺ എനേബിൾ ആക്കി.
എന്നിട്ട് കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഫുൾ ബാക്ക്ഗ്രൗണ്ടും ഇറേസ് ചെയ്ത് കളയാം. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ഏകദേശം ഇറേസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഇമേജ് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത ഇമേജ് നമുക്ക് ഫിറ്റിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം താഴെ ഷാഡോ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ ബ്ലർ മാക്സിമം 100 തന്നെ ഇടുക. ഒപ്പാസിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് 100ലേക്ക് പോകാം. ബ്ലറും ഒപ്പാസിറ്റി നമുക്ക് എന്തൊക്കെ തന്നെയാലും 100 തന്നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഒരു 3D എഫക്റ്റ് ആ ഇമേജിന് ലഭിക്കുന്നതായിരിക്കും. ഇനിയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലതരം ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇമേജിന് ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നു അത് ചൂസ് ചെയ്യാം. ഞാൻ അവിടെ ഒന്ന് ചെക്ക് ചെയ്യുവാണ്. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വല്ലാണ്ട് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു. നമുക്ക് ഇഷ്ടമനുസരിച്ച് തന്നെ ഇമേജിന് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇമേജ് തന്ന് സഹായിച്ച എൻ്റെ കൂട്ടുകാരൻ അജോപ്പിക്ക് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം PicsArt. ബൈ ബൈ.